മുസ്ലിങ്ങൾ ഭരിക്കുന്ന 638 ആയപ്പോൾ തന്നെ പേർഷ്യ പിടിച്ചു, 642 ആയപ്പോൾ തന്നെ ഈജിപ്റ്റ് പിടിച്ചു, 646 ആയപ്പോൾ ലിബിയ പിടിച്ചു, 656 ആയപ്പോൾ ടുണീഷ്യ പിടിച്ചു, 662 ആയപ്പോൾ തന്നെ മൊറിറ്റാനിയ പിടിച്ചു, 670 കഴിഞ്ഞപ്പോഴേക്കും പോളിസാറിയെ പിടിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുട്ടി ഇസ്ലാമിക സൈന്യം. മുസ്ലിങ്ങളെ നയിച്ചിരുന്ന കുണ്ടൂസ് എന്ന് പറയുന്ന വലിയൊരു ഭരണാധികാരിയായിരുന്നു. മംഗോളിയർ എൻ ബ്ലോക്ക് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കസാക്കിസ്ഥാൻ 28 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കിർഗിസ്ഥാൻ 68 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അത് ഇന്ത്യക്ക് ആകെ വിസ്തീർണം 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അതിന്റെ 2 ഇരട്ടി സ്ഥലം ഇസ്ലാമിൽ വന്നു. 8 രാജ്യങ്ങൾ ഇസ്ലാമിൽ വന്നു. അപ്പോൾ മംഗോളിയറിൽ ചൈനയെ താമസിച്ച മംഗോളിയർ ഒഴിച്ച് ജംഗിസ് ഖാന്റെ സന്ധി പരമ്പരകൾ കംപ്ലീറ്റ് ഇസ്ലാമിലായി. അത് കഴിഞ്ഞ് 1991 ആയപ്പം നോർത്ത് ഇന്ത്യ പിടിച്ചെടുത്തു. 1953 ആയപ്പോൾ മലേഷ്യ ഇസ്ലാമായി. 1990 ആയപ്പോഴത്തേന് ഇന്തോനേഷ്യ ഇസ്ലാമായി. അങ്ങനെ ഇന്ന് ഇസ്ലാം 3,30,00,000 ചതുരശ്ര കിലോമീറ്ററാണ് ഇസ്ലാം ഭരിക്കുന്നത്. ഇന്ത്യയുടെ ആകെ ഏറിയ 32 ലക്ഷം, അതിന്റെ 11 ഇരട്ടിയാണ് ഇസ്ലാം ഭരിക്കുന്ന 67 രാജ്യങ്ങൾ. ഇസ്ലാമിന്റെ ആകെ ജനസംഖ്യ ഇന്ന് സുന്നി മുസ്ലിംസ് 170 കോടി കഴിഞ്ഞിരിക്കുന്നു. ഷിയ മുസ്ലിംസ് 25 കോടി ക്രോസ് ചെയ്തു. ബാക്കിയുള്ള മുസ്ലിം വിഭാഗങ്ങളെല്ലാം കൂടി 20 കോടിക്ക് മേലാണ്. അതായത് ലോകത്തിൽ ഇന്ന് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 220 കോടിയാണ്. ലോകത്തിന് ആകെ ജനസംഖ്യ 800 കോടിയാണ്. അതിന്റെ 4/1 ഇസ്ലാമാണ്. 4 മനുഷ്യരെ എടുത്താൽ ഒരാൾ ഇസ്ലാമായിരിക്കും. അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 60 ലക്ഷം ക്രോസ് ചെയ്തു. അമേരിക്കയിലെ 11 പട്ടണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളാണ്. ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടൻ ഭരിക്കുന്ന ഒരു മുസ്ലിം മേയറാണ്. ഇംഗ്ലണ്ടിലെ 11 പട്ടണങ്ങൾ ഭരിക്കുന്നത് മുസ്ലിം മേയർമാരാണ്. അവർക്ക് മുസ്ലിം മെജോറിറ്റി പട്ടണങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ 220 കോടി ജനങ്ങളുള്ള 3,30,00,000 ഭരിക്കുന്ന മുസ്ലിങ്ങൾക്ക് യഹൂദന്മാരുടെ വല്ല വിരോധം ഉണ്ടായിരുന്നെങ്കിൽ യഹൂദൻ എന്നൊരു വർഗ്ഗം ഈ ഭൂമിയിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യൂറോപ്പിൽ യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യം സെൽജുക് തുർക്കികളും പിന്നെ ഓട്ടോമൻ തുർക്കികളും യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളെ പീഡിപ്പിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം, വരാൻ പറഞ്ഞു. അങ്ങനെ യഹൂദന്മാരെ മുസ്ലിങ്ങൾ 2 കൈ നീട്ടി വിളിച്ചുകൊണ്ട് താമസിപ്പിച്ചാണ് പാലസ്തീനിലെ മുസ്ലിങ്ങൾ. 1-ാം ലോകമഹായുദ്ധത്തിൽ ചേരാൻ തുർക്കിക്ക് യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ചതിയിൽ തുർക്കികൾ പെട്ടുപോയി. അങ്ങനെ തുർക്കികൾ ചെന്ന് 1-ാം ലോകമഹായുദ്ധത്തിൽ പെട്ടു. അപ്പോൾ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞൊരു സേനാനായകനെ ഉപയോഗിച്ച് തുർക്കികളെ പരാജയപ്പെടുത്തി ഇസ്ലാമിനെ വിഭജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിഭജിച്ച് ഈജിപ്റ്റ് സെപ്പറേറ്റ്, സിറിയ സെപ്പറേറ്റ്, സൗദി അറേബ്യയിൽ തന്നെ ഒമാൻ സെപ്പറേറ്റ്, യമൻ സെപ്പറേറ്റ്, കുവൈറ്റ് സെപ്പറേറ്റ്, ബഹ്റൈൻ സെപ്പറേറ്റ്, UAE-യിലെ 7 രാഷ്ട്രങ്ങൾ സെപ്പറേറ്റ്, പാലസ്തീൻ സെപ്പറേറ്റ്, ജോർദാൻ സെപ്പറേറ്റ്, സിറിയ സെപ്പറേറ്റ്, ഓട്ടോമൻ തുർക്കികളെ വിഭജിച്ച് തുർക്കിക്ക് പുറത്തുള്ള 13 മുസ്ലാമിക രാജ്യം ഒറ്റ എംപയറായിരുന്നു. 13 സ്ഥാനത്തോട്ട് പിളർത്തി മാറ്റി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2-ാം ലോകമഹായുദ്ധവും നാസികളുടെ പീഡനവും. നെപ്പോളിയന്റെ സമയത്ത് 5 ലക്ഷം യഹൂദന്മാരെ കൊന്നു. ബാക്കിയുള്ള യഹൂദന്മാരെ മുഴുവൻ സ്വീകരിച്ച് ഇസ്ലാമാണ്. ഇസ്ലാമിക രാജ്യങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്തി ഫ്രാൻസിന്റെ കയ്യിൽപ്പെട്ട യഹൂദന്മാരെ. മുസ്ലിങ്ങൾ യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ വരിക, ഞങ്ങൾ പാലസ്തീനിൽ നിങ്ങളെ താമസിപ്പിച്ചോളാം. അങ്ങനെ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന യഹൂദന്മാരെ വിളിച്ചുകൊണ്ടൊന്ന് താമസിപ്പിച്ചപ്പോഴാണ് 2-ാം ലോകമഹായുദ്ധം തീർന്നപ്പോഴേക്കും പാലസ്തീന നാട്ടിൽ 1,69,000 യഹൂദന്മാർ വന്നത്. 1-ാം ലോകത്തിന് മുമ്പ് 36,000, 2-ാം ലോകം കഴിഞ്ഞപ്പോൾ 1,69,000. ഈ 1,69,000 മുസ്ലിങ്ങൾ 2 കൈയും സ്വീകരിച്ചുകൊണ്ട് വന്ന് അവന് വസ്തു കൊടുത്ത്, അവന് ആഹാരം കൊടുത്ത്, അവന് വീട് വെച്ച് കൊടുത്ത് യഹൂദനെ താമസിപ്പിച്ചാണ് മുസ്ലിങ്ങൾ പാലസ്തീന നാട്ടിൽ. പക്ഷെ 2-ാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയും ബ്രിട്ടനും കൂടെ ഒരു തീരുമാനമെടുത്തു. യുവന്മാരെല്ലാം കൂടെ ഏരച്ച് അമേരിക്ക വന്ന ഒരു ശല്യമാണ്, ഇവർക്കൊരു ഓൾട്ടർനേറ്റ് താമസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റഷ്യക്കാർ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, യുക്രൈൻ്റെ സൈഡിലോട്ട് കുറേ യഹൂദന്മാരെ കൊണ്ട് താമസിച്ച യഹൂദന്മാർക്കൊരു ഹോംലാൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞു, കാസ്പിയൻ കടലിന്റെ തീരത്ത്. അതിനാദ്യ പടിയായിട്ട് വന്ന ഒരു യഹൂദന്റെ കൊച്ചുമോനാണ് സെലൻസ്കി യഹൂദൻ. അവനെ കൊണ്ടുവന്ന് ആ റഷ്യക്കാർക്ക് ടാപ്പ് വെച്ചോണ്ടിരിക്കുകയാണ് ആ യഹൂദൻ സെലൻസ്കി. അതവന്റെ സ്വഭാവം. അതാദ്യം പറ്റിയില്ല. അപ്പോ അർജന്റീന പറഞ്ഞു, അർജന്റീനയുടെ ഏരിയയിൽ നിന്ന് ഒരു 50,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഞങ്ങൾ വിട്ടുതരാം, യഹൂദന്മാർ അവിടെ വാ, അർജന്റീന താമസിച്ചോളാം. അത് അങ്ങനെ അതിങ്ങനെ ചർച്ച പുരോഗമിക്കൊണ്ടിരിക്കുമ്പം
അമേരിക്കയും ബ്രിട്ടനും കൂടെ ഒരു പരിപാടി ഇട്ടു. മുസ്ലിങ്ങളെ താർക്കണമെങ്കിൽ അവൻ്റെ ചങ്കിനകത്തൊരു പിച്ചാത്തി കയറ്റണം. അപ്പോൾ യഹൂദന്മാരെ വിളിച്ചുകൊണ്ട് പോയവന്മാരോട് 1.5 ലക്ഷത്തെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ കുറേ യഹൂദന്മാരോട് ചേർത്തിട്ട് മുസ്ലിമിൻ്റെ ചങ്കിനകത്തൊരു വാള് വെച്ചു കൊടുത്തു. അതാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം. ഇസ്രായേൽ എന്ന രാഷ്ട്രം. ആ ഇസ്രായേൽ എന്ന രാഷ്ട്രം 1947 ആയപ്പോഴേക്ക് യഹൂദന്മാരുടെ അംഗസംഖ്യ 3.5 ലക്ഷം ക്രോസ് ചെയ്തു. 1.5 ലക്ഷത്തെ മുസ്ലിങ്ങൾ വിളിച്ചോണ്ട് താമസിപ്പിച്ചത്, അഭയാർത്ഥികൾ താമസിച്ച്, ബാക്കി ഒരു 2 ലക്ഷത്തെ അമേരിക്കയും ബ്രിട്ടനും കൊണ്ട് താമസിപ്പിച്ചവിടെ. 47 ഇന്ത്യയെ വിഭജിച്ചമാര് ഇന്ത്യയെ വിഭജിച്ച് 11 കഷ്ണമാക്കി. ബർമയെ സെപ്പറേറ്റ് ചെയ്തു, സിലോണിനെ സെപ്പറേറ്റ് ചെയ്തു, നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം സെപ്പറേറ്റ് ചെയ്തു, പാകിസ്ഥാനെ സെപ്പറേറ്റ് ചെയ്തു, മാൽദീവ്സിനെ സെപ്പറേറ്റ് ചെയ്തു. ഇന്ത്യയെ 11 കഷ്ണമാക്കി യഹൂദന്മാർ, ഈ ബ്രിട്ടീഷുകാര്. അടുത്ത പണി ഇസ്ലാമിനെ വിഭജിക്കുക എന്നുള്ളതായിരുന്നു. അതിനവന് UNO കൊണ്ടുവന്നൊരു മാൻഡേറ്റ് ഉണ്ടാക്കി. ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ 20% സ്ഥലം യഹൂദന്മാർക്കും 80% പാലസ്തീനികൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 48 കലാപുണ്ടാക്കി മുസ്ലിങ്ങൾ താമസിക്കുന്ന 10 ഗ്രാമങ്ങൾ കയ്യേറി. അവിടുത്തെ സ്ത്രീകളെല്ലാം നഗ്നരാക്കി. അവിടെ എല്ലാം ഫോട്ടോ എടുത്ത് ബലാത്സംഗം ചെയ്ത് സ്ത്രീകളെ കൊന്നു. ഇപ്പോഴത്തെ മണിപ്പൂരിലെ മേത്തേക്ക് ആശയം കിട്ടി ഇവന്മാരുടെ ഈ യഹൂദന്മാരുടെ നിന്നാണ്. എന്നിട്ട് ഈ ഫോട്ടോ മറ്റ് ഗ്രാമങ്ങളിൽ കൊണ്ട് കാണിച്ച് ഇത് അനുഭവിക്കാതിരിക്കണമെങ്കിൽ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഇന്ന് മുസ്ലിങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ട് ഗാസയിലോട്ടും ഹിസ്ബുള്ള ഇപ്പം താമസിക്കുന്ന വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ ഏരിയയിലോട്ടും മാറി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് അറബികൾ വിചാരിച്ചത്. പക്ഷേ യുദ്ധം തീർത്തു കഴിഞ്ഞപ്പോഴേക്കും UNO വോട്ടിട്ട് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം രൂപീകരിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഏരിയ പാലസ്തീനിന് 40%, ബാക്കി 60% പാലസ്തീനികൾക്കായിരുന്നു. 40% യഹൂദന്മാർക്ക്, 60% പാലസ്തീനിലെ മുസ്ലിങ്ങൾക്കായിരുന്നു. അത് കഴിഞ്ഞ് 56 സുയസ് കനാൽ ക്രൈസിസ് ഉണ്ടായ സമയത്ത് ഇസ്രായേൽ അടുത്തൊരു 20% പിടിച്ചെടുത്തു. അപ്പോൾ 60% സ്ഥലം യഹൂദന്മാർക്കും 40% മുസ്ലിങ്ങൾക്കുമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 67 6 ഡേ വാർ എന്ന് പറയുന്നത്. അവിടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നില്ല. നാസറിമ വാചകടിക്ക് നിന്നെ നശിപ്പിച്ചോളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ അമേരിക്ക എന്ന് പറയാൻ വിമാനവും കുറേ പൈലറ്റ്സൊക്കെ വന്നിറങ്ങി. അർദ്ധരാത്രിക്ക് ഇസ്രായേൽ ഈജിപ്തിൻ്റെയും സിറിയയുടെയും ജോർദാന്റെയും 500 വിമാനങ്ങൾ ബോംബിട്ട് തകർത്തു. എയർ കവർ ഇല്ലാതായപ്പോൾ അറബികൾ യുദ്ധം ചെയ്യാൻ പറ്റാതായിപ്പോയി. അങ്ങനെ 6 ഡേ വാർ എന്ന് പറയുന്ന 66-67 യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞവരോടി സിറിയയിൽ നിന്ന് ഗോലൻ ഹൈറ്റ്സ് പിടിച്ചങ്ങ് വെച്ചു, വെസ്റ്റ് ബാങ്ക് പിടിച്ചു വെച്ചു, ഈജിപ്തിൽ നിന്ന് സീനായ് മരുഭൂമി പിടിച്ചു വെച്ചു. പക്ഷേ മുസ്ലിങ്ങൾ പറഞ്ഞു ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ കമ്പൈൻഡായിട്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞു. അമേരിക്ക ഇടപെട്ട് ക്യാമ്പ് ഡേവിഡ് മീറ്റിംഗ് ഉണ്ടാക്കി സീനായ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സീനായ് തിരിച്ച് ഈജിപ്തിനെ തിരിച്ചു കിട്ടി. ഗാസ മാത്രം ഇസ്രായേൽ പിടിച്ചു വെച്ചു. വെസ്റ്റ് ബാങ്കിന് ഇൻഡിപെൻഡൻസ് കൊടുത്തു. ഗോലൻ ഹൈറ്റ്സ് തിരിച്ചെടുത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ഒരു യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ വെസ്റ്റ് ബാങ്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. ജെറുസലേം ഞങ്ങളുടെ തലസ്ഥാനമാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വെസ്റ്റ് ബാങ്ക് ജോർദാന്റെ കയ്യിൽ നിന്നും ഗോലൻ ഹൈറ്റ്സ് സിറിയയുടെ കയ്യിൽ നിന്നും പിടിച്ച് കൈവച്ചു. സീനായ് തിരിച്ചു കൊടുത്തു, ഗാസ തിരിച്ചു കൊടുത്തില്ല. അടുത്ത അറ്റാക്ക് ഉണ്ടായി 2006. ആ അറ്റാക്കിൽ എന്ത് ചെയ്തു? 120ഓളം പാലസ്തീന ഗ്രാമങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇനിയിപ്പോ അവർക്ക് അടുത്ത ലക്ഷ്യം ഗാസയാണ്. എന്തിനാണ് ഈ ഗാസ? ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് അറബികളും അല്ലെങ്കിൽ മുസ്ലിങ്ങളും യഹൂദന്മാരോടുള്ള പ്രശ്നമേ അല്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഗാസയുടെ തീരത്ത് ഓയിൽ കണ്ടെത്തി. ഈ ഓയില് ഡിസ്റ്റൻസ് അനുസരിച്ച് ഗാസയിലെ അറബികൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധം കഴിഞ്ഞോടുകൂടി ഈ റഷ്യയുടെ ഓയിലും നാച്ചുറൽ ഗ്യാസും ബ്ലോക്ക് ചെയ്തു, സാങ്ഷനാക്കി. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? ഈ ഓയിൽ നാറ്റോയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹമാസ് പറഞ്ഞു പറ്റിയല്ല, ഇനി ഞങ്ങളുടെ തീരുമാനമായിട്ട് ചേർന്ന് നടക്കുന്നതാണ്. ഈ ഓയിലിൻ്റെ മുഴുവൻ വരുമാനവും ഞങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ അണ്ടർഗ്രൗണ്ട് റിസർവ് അമേരിക്ക ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തപ്പം കുവൈറ്റിനുള്ളതിൻ്റെ അത്ര ഓയിൽ അവിടെ കിടപ്പുണ്ട്. അത്ര ഓയിൽ ഗാസയിലെ അറബികൾ കിട്ടിയാൽ അവന്മാർ കോടീശ്വരന്മാരാകും. അപ്പോൾ ഇത് ഇസ്രായേലിന് വേണം. അതുകൊണ്ട് ഗാസയിൽ നിന്ന് അറബികളെ ഒഴിപ്പിക്കണം. അതിനാണ് ഈ യുദ്ധം നമ്പർ 1 ലക്ഷ്യം. ഗാസ പിടിക്കാനുള്ള പരിപാടി അവിടെയാണ് തുടങ്ങുന്നത്. രണ്ടാമത്തത്, ഭരണഘടന തിരുത്തി സുപ്രീം കോടതിയുടെ മുകളിൽ കയറാൻ നെത്യാനാഹു ഒരു ശ്രമം നടത്തി. ഈ ശ്രമത്തെ ഇസ്രായേലിലെ ജനങ്ങൾ ഇറങ്ങി ഭയങ്കരമായിട്ട് പ്രകടനം നടത്തി.
പ്രകടനം നടത്തിയെങ്കിൽ ഒന്നാം ഭാഗം നെത്യാനാഹു പാസ്സാക്കി. ജനങ്ങൾ ഇതിനെ എതിർത്ത് നിന്നാൽ നെത്യാനാഹുവിന് ഭരണഘടനയെ അട്ടിമറിക്കാൻ പറ്റിയില്ല. അപ്പോൾ യഹൂദന്മാരെ കയ്യിലെടുക്കാൻ എന്ത് ചെയ്യണം? ഒരു യുദ്ധം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതിനാണ് നെത്യാനാഹു ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കി ഇസ്രായേലിനെ യോജിപ്പിച്ച് അയാളുടെ കീഴിൽ നിർത്തണം. ഈ ഭരണഘടനാ ഭേദഗതിക്കെതിരെ യഹൂദന്മാരെ തിരിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിവെന്റീവ് സ്റ്റെപ്പാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തത്, വളരെ ശ്രദ്ധേയമായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഹമാസ് അറബികളുടെ സംഘടനയല്ല. ഹമാസിന് ചെലവിന് കൊടുത്ത് ആ സംഘടന ഉണ്ടാക്കിയത് അമേരിക്കയുടെ CIA കൊടുത്ത പൈസ കൊണ്ടാണ്. ഇത് അമേരിക്കയുടെ സെനറ്റിൽ അമേരിക്കയുടെ CIA ചീഫ് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഹമാസ് ഞങ്ങളുടെ സൃഷ്ടിയാണെന്ന്. ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ സപ്പോർട്ടായപ്പോൾ ഹിസ്ബുള്ളയുടെ കീഴിൽ അറബികൾ നിൽക്കാൻ പാടില്ല. അതിനുവേണ്ടി ഇസ്രായേൽ ഉണ്ടാക്കിയ ചാര സംഘടനയാണ് ഹമാസ്, അല്ലാതെ അത് അറബികൾ ഉണ്ടാക്കിയ സംഘടന അല്ല. ഇതതിന്റെ മറുവശമാണ്. അപ്പൊ ഈ ഹമാസിനെ ഉപയോഗിച്ച് ഈ ആക്രമണം നടത്താൻ ഹമാസ് വിചാരിച്ച പറ്റുമോ? പറ്റിയല്ല. മൊസാദിനെ വെല്ലിട്ടിട്ട് ഇസ്രായേലിൽ കയറി 150 പേരെ കൊന്നിട്ട് അവിടുത്തെ 300 പേരെ പിടിച്ചോണ്ടിരാൻ പറ്റുമോ ഹമാസ് വിചാരിച്ചാൽ? അപ്പൊ ഈ ഹമാസിനെ അകത്ത് കയറ്റി അതിർത്തി തുറന്നു കൊടുത്ത് ഓപ്പറേറ്റ് ചെയ്തത് നെത്യാനാഹു അറിഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാണ് യുദ്ധം ഇപ്പോൾ അനാവരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അമേരിക്കയ്ക്ക് ഡോളറിന്റെ വില പോയാൽ പിടിച്ചു നീക്കാൻ പറ്റില്ല. അപ്പോൾ അമേരിക്കയുടെ ഡോളർ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോക മാർക്കറ്റിൽ അവന്റെ ആയുധം വിറ്റേ പറ്റുള്ളൂ. അമേരിക്കൻ എക്കണോമിയുടെ 25% വെപ്പൺസ് സെയിലാണ്. അമേരിക്കയിലെ 13 ആയുധ നിർമ്മാണ ശാലകളുണ്ട്. അതിൽ 3 എണ്ണത്തിന്റെ ഉടമസ്ഥർ ഇസ്രായേലികളാണ്, യഹൂദന്മാരാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ 25 ബാങ്കിന്റെ ഉടമസ്ഥാവകാശം യഹൂദന്മാർക്കാണ്. അപ്പോൾ ഡോളർ പൊട്ടിയാൽ യഹൂദന്മാരുടെ പണം പോകും. ഒരു യഹൂദന്റെ ബാങ്ക് ഓൾറെഡി പൊട്ടി. അടുത്തത്, ആയുധം വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ആയുധ നിർമ്മാണ ശാലകൾക്ക് വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ഡോളർ പൊട്ടും. ഡോളർ പൊട്ടിയാൽ അമേരിക്കൻ സാമ്രാജ്യം തകരും. അപ്പൊ അമേരിക്കയ്ക്ക് ഒന്നുകിൽ വിയറ്റ്നാം യുദ്ധം വേണം, അല്ലെങ്കിൽ കൊറിയ യുദ്ധം വേണം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധം വേണം, അല്ലെങ്കിൽ ഇറാഖിൽ യുദ്ധം വേണം. എവിടെങ്കിലും യുദ്ധത്തിൽ അവന് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതിനാണ് യുക്രൈൻ യുദ്ധം ഉണ്ടാക്കിയത്. കൊല്ലുന്നതും ചാവുന്നതും സ്ലാവിക് ഗോത്രങ്ങളാണ്. റഷ്യയും യുക്രൈനുകളും സഹോദരങ്ങളാണ്. അവരെ തമ്മിൽ തല്ലിച്ചിട്ട് ആയുധം വെക്കുന്ന അമേരിക്ക. ഇവിടെ പാലസ്തീനെയും യഹൂദനെയും കൂടെ അടിച്ചാൽ ആയുധം വെക്കുന്നത് അമേരിക്കയുടെ. ചാവുന്ന ആരാണ്? അമേരിക്കാരനാണോ? അല്ല, യഹൂദനും മുസ്ലിമും ചത്തോളും. ബ്രിട്ടന്റെ അമേരിക്കയുടെ സാമ്രാജ്യത്വമാണ് ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്ന യുദ്ധം. ഇത് യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമല്ല. കഴിഞ്ഞ 1400 കൊല്ലം യഹൂദന്മാരെ സംരക്ഷിച്ചത് ഇസ്ലാമാണ്. യഹൂദന്മാർക്ക് പള്ളി വെച്ചു കൊടുത്തത് ഖാലിഫ ഉമറാണ്. യഹൂദന്മാരെ സംരക്ഷിക്കാൻ പറഞ്ഞത് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. യഹൂദന്മാരും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരെ തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ ഈ പത്രവും ടെലിവിഷനൊക്കെ കണ്ടിട്ട് ഇതെല്ലാം വിഴിയും കളയില്ല. അതിനാണ് ഞാൻ കുറെ സത്യം പറഞ്ഞത്. ഈ യുദ്ധം ഹമാസ് ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് പാലസ്തീനികളായ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത് 27,000 പേരാണ്. തിരിച്ച് ഹമാസ് അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ മരിച്ച ഇസ്രായേലികൾ യഹൂദന്മാര് 1200. 1200 പേരെ ചത്താൽ ടെററിസം. 27,000 പേരെ കൊന്നാൽ അതൊക്കെ ഞങ്ങളുടെ സെൽഫ് ഡിഫൻസ്. ഇതാണ് ഇപ്പോഴത്തെ ന്യായം. അതുകൊണ്ട് പദ്ധതി കാണുന്നത് വിഴുങ്ങി കളയരുത്. സത്യം സത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ കഴിഞ്ഞിരിക്കണം. ഞാൻ യഹൂദന്മാർ വലിയൊരു ആരാധകനാണ്. ആകെ നോബൽ സമ്മാനം കിട്ടിയതിനകത്ത് 20% പേര് 5-1 ആളുകൾ യഹൂദന്മാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സിരയിൽ ഓടുന്ന കുറച്ച് യഹൂദ രക്തമുണ്ട്. ഒരു യഹൂദനായ ഒരു ഡച്ച് പട്ടാള ഉദ്യോഗസ്ഥൻ കുളച്ചൽ യുദ്ധത്തിന് സമയത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു 30 പേരുടെ സൈന്യമായിട്ട്. അവിടെ വന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ചക്കട്ടടുത്ത ഒരു സുന്ദരി പെണ്ണിനെ കണ്ടപ്പോൾ ഈ ഡച്ചുകാരനായ പട്ടാളക്കാരന് ഭയങ്കര ആകർഷണം. അപ്പൊ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അപ്പം പറഞ്ഞു, നിങ്ങൾ ജോലി രാജിവെച്ചോടെ താമസിക്കാമെങ്കിൽ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദനായ ഡച്ചുകാരൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയിൽ ഈ യഹൂദനുണ്ടായ മകനാണ് ഇട്ടിത്തമ്മൻ തറയൻ. ആ ഇട്ടിത്തമ്മൻ്റെ മകളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രാൻഡ് മദർ. എൻ്റെ രക്തത്തിൽ ഇപ്പോൾ യഹൂദൻ്റെ രക്തം ഓടുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് ചരിത്രം പറയുമ്പോൾ സത്യം പറഞ്ഞേ പറ്റുള്ളൂ. ചരിത്രം പഠിക്കുമ്പോൾ സത്യസന്ധമായി ആ ചരിത്രം പഠിക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. ഏകോദര സഹോദരങ്ങളായ യഹൂദനും മുസ്ലിം തമ്മിൽ യുദ്ധം പാടില്ല. ആരുടെ രക്തം വീണാലും അത് മനുഷ്യരാശിക്കെതിരെ ചെയ്യുന്ന പാവമാണ്. യഹൂദനും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങൾ ജീവിക്കേണ്ടത് ഈ ലോകത്തിന്റെ ഈ നൂറ്റാണ്ടിന്റെ ആവശ്യമാണ്.